ഹായ് സുഹൃത്തുക്കളെ, എനിക്ക് ഇന്ന് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു അതങ്ങ് റോസ്റ്റ് ചെയ്തേക്കാം. എനിക്ക് ഞണ്ട് റോസ്റ്റ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ ഈ ഷാപ്പിലെ ഫുഡൊക്കെ കഴിക്കാൻ പോകുമ്പോൾ അവിടെ ഞണ്ട് റോസ്റ്റ് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ അത് കഴിക്കാൻ. അപ്പൊ ഞാൻ അതേ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ പോവാണേ. അപ്പൊ ഞാൻ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് ഇന്ന് കാണിച്ചു തരാം. നിങ്ങൾ ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ ഉണ്ടാക്കുന്ന ഇതിലും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ. അതുപോലെ ട്രൈ ചെയ്യാമല്ലോ, അതിനു വേണ്ടിയാണ്. അപ്പൊ ഞാൻ ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. 4 ഞണ്ട് കഴുകി വൃത്തിയാക്കി നല്ലതുപോലെ എടുത്തിട്ടുണ്ട്. ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായി വന്നപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ ഒരു പീസ ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഇത്രയും ഒന്ന് ഇളക്കി ഒരു പച്ചമണം മാറുന്ന ഉടനെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒരു 4 പച്ചമുളക് കീറുക ഇട്ട് കൊടുക്കുക. അതൊന്ന് വഴന്ന് പച്ചമണം മാറി കഴിയുമ്പോൾ 3 സവാള ചെറുതായിട്ട് അരിഞ്ഞുകൂടെ ഒന്നിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഞാൻ വഴലുന്നതിന് വേണ്ടി അല്പം ഉപ്പ് കൂടി ചേർത്താണ് വഴറ്റിയത്. അപ്പം ഈ ഒരു പരുവമാവുന്നിടം വരെ വഴറ്റണം കേട്ടോ. അതിലേക്ക് കുറച്ച് മസാല എന്ന് പറഞ്ഞാൽ അല്പം മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇത്രയാണ്. നിങ്ങളുടെ എരിവിന്റെ അനുസരിച്ച് എടുക്കാം കേട്ടോ മസാലയൊക്കെ. ഞാൻ അളവ് പറയുന്നില്ല. ഈ ഉള്ളി വഴന്നതിലേക്ക് ഇത്രയും മസാലയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം. ഈ മസാല ഉള്ളിയൊക്കെ വഴലുന്നതിലാണ് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് വരുന്നത് കേട്ടോ. നല്ലപോലെ തന്നെ വഴന്ന് കിട്ടണം. ഇത് മൂത്ത് കഴിയുന്ന ഉടനെ ചെറിയ 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിന്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതും വെന്ത് നല്ലപോലെ വഴന്ന് കിട്ടണം കേട്ടോ. ഞാൻ അല്പം കട്ടിയുള്ള തക്കാളി പോലത്തെ ആയതുകൊണ്ട് അടച്ചു വെച്ചാണ് ഒന്ന് വഴറ്റിയെടുക്കുന്നത്. കാര്യം അല്ലെങ്കിൽ ഇത് വഴലത്തില്ല. ഇതേപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഉപ്പ് ഉള്ളി വഴറ്റാൻ മാത്രമേ ചേർത്തുള്ളൂ. എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മസാല എല്ലാം കൂടെ ഒന്ന് കുഴഞ്ഞ് പരുവമായി വരുന്നതിന് വേണ്ടി കേട്ടോ. ഞണ്ടിനകത്തുനിന്ന് കുറേ വെള്ളം ഇറങ്ങുമേ. അപ്പൊ കുറച്ചായിട്ട് ഓരോന്നായിട്ടിട്ട് മസാല തേച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. കാര്യം ചെറിയ പാൻ ആയതുകൊണ്ട് തന്നെ നല്ലതുപോലെ ഇനി ഇതിലെ വെള്ളം കൂടി ഇറങ്ങി വരണം. ആവശ്യത്തിന് കറിവേപ്പില കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണേ. കുറച്ച് സമയം മൂട്ടി വെച്ചാൽ മതി. എളുപ്പം വെന്തോളും കേട്ടോ. ഇതിലെ വെള്ളം കൂടെ ഒക്കെ ഇറങ്ങി ഈ പരുവമായിട്ടുണ്ട് കണ്ടോ. ഇപ്പം പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആകട്ടോ ഈ ഞണ്ട് റോസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് പെറോട്ടയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കടിച്ചു പൊട്ടിക്കാൻ ചിലർക്ക് ബുദ്ധിമുട്ടെന്ന് പറയാം. പക്ഷെ ഇത് വലിയ ഞണ്ടായതുകൊണ്ട് തന്നെ എളുപ്പമാണ് കേട്ടോ. അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഞാൻ കുറച്ച് കുരുമുളക് പൊടി അതിന് മുകളിൽ ഇടുന്നുണ്ട്. കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ഇട്ടിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് അടച്ച് അവിടെ വെക്കും കേട്ടോ. അന്നേരം ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് പിടിച്ച് ഇത് തുറന്നു കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഞണ്ട് കറി. അപ്പൊ ഞണ്ട് റോസ്റ്റ് കറിയല്ല. അപ്പൊ നിങ്ങൾ എങ്ങനെയാ വെക്കുന്നതെന്നൊന്ന് പറയണേ. ഞങ്ങൾ ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എങ്ങനെയാണെന്നൊന്ന് പറയണം. ഇല്ലെന്ന് വരും നിങ്ങൾ ഇതേ രീതിയിലൊന്ന് വെച്ച് നോക്കണേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരിക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും.